ഞാൻ എങ്ങനെ ഖത്തറിലെത്തിയെന്നുള്ളൊരു സ്റ്റോറി പറയട്ടെ. എപ്പോഴാണ് അതിന്റെ തീരുമാനം എടുത്തത്, എന്താണ് അതിന് പിന്നിലുള്ള കാരണം, ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയും കൂടെ കൊടുക്കണേ. 2023 ഞാൻ ആദ്യമായിട്ട് ഖത്തർ വിസിറ്റ് ചെയ്തത്. അതും വിസിറ്റിംഗ് വിസയിലായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല എനിക്ക് അവിടെ റെസിഡൻസി വിസ എടുക്കും, എന്റെ ഡെലിവറി അവിടെ വെച്ചായിരിക്കും എന്നൊക്കെ. അന്ന് അവിടെ വെച്ച് ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് എടുത്ത തീരുമാനമാണ് കുറച്ച് വർഷത്തേക്കെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഞങ്ങൾ കണ്ടെത്തും എന്നുള്ളത്. അങ്ങനെയാണ് വിസ എടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തിയത്. ഞാൻ എന്റെ ലൈഫിലെടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് സ്ഥലങ്ങളിൽ രണ്ടായിട്ട് ജീവിക്കുന്നതിലും എത്രയോ നല്ലതാണ് ഒരുമിച്ച് കുറച്ച് കഷ്ടപ്പാട് സഹിച്ചാണെങ്കിലും നിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഖത്തറിൽ പോകുന്ന ടൈമിൽ എൻ്റെ ഇക്കാക്ക് ഒട്ടും സാലറി ഇല്ലായിരുന്നു, കാരണം സാലറി നല്ല കുറവായിരുന്നു. ബട്ട് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഈ അഡ്ജസ്റ്റ് ചെയ്താണെങ്കിലും ഞങ്ങൾക്ക് കിട്ടാവുന്നതിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ലൈഫ് തന്നെയാണ് കേട്ടോ കിട്ടിയത്. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് നമുക്ക് കിട്ടും. പിന്നെ ഞങ്ങൾക്ക് ഇതിനാണെങ്കിൽ ഇഷ്ടംപോലെ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. ഈ നെഗറ്റീവ് പീപ്പിൾസിനെ പറ്റിയിട്ട് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ എന്തായാലും പറയാം. അപ്പം അത് കാണുന്നതിന് വേണ്ടി ജസ്റ്റ് അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം അത്രേ ഉള്ളൂ. ബൈ.